ശാരീരിക പരിമിതികൾ മൂലം സ്കൂളിലെത്താൻ സാധിക്കാത്ത സഹപാഠിക്കായി വീട്ടിൽ പുസ്തകപ്പുര ഒരുക്കി ഒരു കൂട്ടം വിദ്യാർത്ഥികളും അധ്യാപകരും. തിരുവനന്തപുരം ചെറുവക്കൽ ഗവൺമെന്റ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിഘ്നേഷിനാണ് സഹപാഠികൾ പുസ്തകപ്പുര നിർമ്മിച്ചത്. മസ്കുലർ ഡിസ്ട്രോഫി ബാധിതനായ വിഘ്നേഷിന് കൂട്ടുകാരെ പോലെ ദിവസവും സ്കൂളിലെത്തുവാനും സഹപാഠികൾക്കൊപ്പം പഠിക്കാനും കളിക്കാനും സാധിക്കില്ല. എന്നാൽ മകന്റെ ആഗ്രഹ സഫലീകരണത്തിനായി വിഘ്നേഷിന്റെ മാതാപിതാക്കളായ രതീഷും ദീപയും മാസത്തിൽ ഒരിക്കലെങ്കിലും സ്കൂളിലെത്തിക്കുവാനും സഹപാഠികൾക്കൊപ്പം പഠനാന്തരീക്ഷം ഒരുക്കിക്കൊടുക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. വായനയിൽ താല്പര്യമുള്ള വിഘ്നേഷിന് സ്കൂൾ ലൈബ്രറി ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കാത്തതിനാൽ സ്കൂളിലെ വായനാനുഭവം വീട്ടിലൊരുക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വീട്ടിൽ ഒരു പുസ്തകപ്പുര ഒരുക്കിയത്. സ്കൂൾ ലൈബ്രറിയിൽ നിന്നും കുറച്ച് പുസ്തകങ്ങൾ വീട്ടിലെത്തിക്കുകയും ഈ പുസ്തകങ്ങൾ വായിച്ചു തീരുന്ന മുറയ്ക്ക് അവയ്ക്ക് പകരം പുതിയ പുസ്തകങ്ങൾ എത്തിക്കുകയും ചെയ്തുകൊണ്ട് ലൈബ്രറിയുടെ അനുഭവം വീട്ടിൽ തന്നെ ലഭ്യമാക്കാനാണ് പുസ്തകപ്പുര കൊണ്ട് ലക്ഷ്യമിടുന്നത്. ആക്കുളം വാർഡ് കൗൺസിലർ സുരേഷ് കുമാർ പുസ്തകപ്പുരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരളം, നോർത്ത് URCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി വിവിധ പദ്ധതികളും നിരവധി പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പുസ്തകപ്പുര നിർമ്മിച്ചത്. അപ്പോൾ ഈ വിഘ്നേഷ് തന്നെ ഇതിന് നന്നായിട്ട് വായിക്കാൻ അറിയാവുന്ന വിഘ്നേഷ് നല്ല കഥകൾ വായിക്കും. എല്ലാ ബുധനാഴ്ചയും വരുന്ന ടീച്ചർ ആ കഥയുടെ ആസ്വാദന കുറിപ്പ് അവനോട്ട് പറയിക്കും, എഴുതിക്കും. ഇനി അഥവാ തന്നെ നന്നായി വായിക്കാൻ അറിയാത്ത കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ പോലും അവരുടെ മുതിർന്ന സഹോദരങ്ങളോ അവർക്ക് വായിക്കാൻ അറിയാവുന്ന കൂട്ടുകാരോ അച്ഛനോ അമ്മയോ അമ്മൂമ്മയോ ഒക്കെ കഥകൾ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും. നോർത്ത് URC ആദ്യമായി തുടങ്ങുന്ന ഉദ്ഘാടനം ആത്മകഥയിലാണ്. URC നോർത്ത് BPC ഇസ്മായിൽ, UPS ചെറുവക്കൽ സ്കൂളിലെ പ്രഥമ അധ്യാപിക ഗീതാ റാണി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ സരിത, രഞ്ജിത, സ്മിത തുടങ്ങിയവരും പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.